once again. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊരു പഴയ ടാങ്ക് കൊണ്ടുണ്ടാക്കിയ ഒരു പശുക്കൂടാട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു പശുക്കൂടാണ്. ഈ ഒരു പശുക്കൂട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരു ടാങ്ക്, അതായത് നമ്മുടെ വീട്ടിലൊക്കെ മോശമായിട്ടുള്ള ടാങ്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ വേണ്ട നമുക്ക് നെറ്റാണ്. ഇപ്പം ഓൾറെഡി ഇത് ഉണ്ടാക്കി വെച്ചൊരു പശുക്കൂട് കേട്ടോ. അവിടെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഉണ്ടാക്കി വെച്ചൊരു പശുക്കൂടാണ്. ഈ ഒരു പശുക്കൂടിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടാങ്കിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പശുക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മോൾ വശം, അത് രണ്ട് സൈഡിലും കട്ട് ചെയ്തിട്ട് നെറ്റാണ് അടിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഈ ഒരു വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു പശുക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും നെറ്റാണ്. അപ്പം ഏകദേശം ഒരു 20 ലവ് ബേർഡ്സ് വരെ നമുക്ക് ഈ ഒരു ടാങ്കിനകത്ത് ഇടാൻ പറ്റും. കാരണം ഏകദേശം 500 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് നമ്മൾ ഈ ഒരു പശുക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് 2 ലവ് ബേർഡ്സ് മാത്രമേ ഇതിനകത്ത് ഇട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഏകദേശം 10-20ഓളം ലവ് ബേർഡ്സ് ഈ ഒരു ടാങ്കിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഈ ഒരു സൈഡാണ് നമ്മൾ ഇതിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 2 വിജാഗിരി വെച്ചിട്ട് ആണ്, വളരെ സിമ്പിൾ ആയ രീതിയിലാണ് നമ്മൾ ഡോറ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 2 മീറ്റർ നെറ്റ് കൊണ്ടാണ് ഈ ഒരു പശുക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നെറ്റ് നമ്മൾ കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്നത് നൂൽക്കമ്പി കൊണ്ടാണ്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ടാങ്ക് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 200-300 ചിലവ് മാത്രമേ നമുക്ക് ഒരു ടാങ്ക് നിർമ്മിക്കാൻ വേണ്ടി വരുന്നുള്ളൂ. കാരണം നെറ്റിൻ്റെ ഒരു കോസ്റ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ നിർമ്മിക്കാവുന്ന രീതിയിലൊരു പക്ഷിക്കൂട് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.